ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. ഒറ്റപ്പാലം കണ്ണിയമ്പുറത്തെ പമ്പ് ഹൗസ് പുനഃസ്ഥാപിക്കാൻ ഇനിയും നടപടിയായില്ല. കൊടുംവേനലിൽ ജനങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെടുമായിരുന്ന പദ്ധതിയാണിത്. കണ്ണിയമ്പുറം പനമണ്ണ റോഡിൽ തോട്ടുപാലത്തിന് സമീപത്തെ പഴയ പമ്പ് ഹൗസാണ് പുനഃസ്ഥാപിക്കപ്പെടാത്തത്. സമഗ്ര ശുദ്ധജല പദ്ധതി വഴിയുള്ള ജലവിതരണത്തിൽ പ്രതിസന്ധി നേരിടുന്ന ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ ലക്ഷ്യമിട്ടാണ് പമ്പ് ഹൗസ് പുനഃസ്ഥാപിക്കാൻ ശ്രമം തുടങ്ങിയത്. പമ്പ് ഹൗസിന്റെ പ്രവർത്തനം പുനരാരംഭിച്ചാൽ കണ്ണിയമ്പുറം പനമണ്ണ മേഖലകളിലെ ജലവിതരണത്തിന് പ്രയോജനപ്പെടുത്താം. നേരത്തെ കണ്ണിയമ്പുറം പനമണ്ണ മേഖലകളിലേക്ക് വെള്ളം വിതരണം ചെയ്തിരുന്നത് ഈ പമ്പ് ഹൗസ് വഴിയായിരുന്നു. കുഴൽക്കിണറായിരുന്നു സ്രോതസ്. ഭാരതപ്പുഴ കേന്ദ്രീകരിച്ച സമഗ്ര ശുദ്ധജല പദ്ധതി കമ്മീഷൻ ചെയ്തതോടെയാണ് പമ്പ് ഹൗസിന്റെ പ്രവർത്തനം നിലച്ചത്. സമഗ്ര ശുദ്ധജല പദ്ധതിയുടെ ഭാഗമായി വരോട് ചേരിക്കുന്നിൽ നിർമ്മിക്കപ്പെട്ട സംഭരണിയിൽ നിന്നാണ് നിലവിൽ കണ്ണിയമ്പുറത്തും പനമണ്ണയിലും ജലവിതരണം. അതേസമയം വേനൽ കനത്തതോടെ 4 ദിവസത്തെ ഇടവേളകളിൽ മാത്രമാണ് വെള്ളം കിട്ടുന്നത്. ജല അതോറിറ്റിയെ മാത്രം ആശ്രയിക്കുന്ന കുടുംബങ്ങൾ ഇതോടെ പ്രതിസന്ധിയിലായി. ഇങ്ങനെ ജലവിതരണത്തിൽ കാലതാമസം നേരിടുമ്പോൾ പകരം സംവിധാനമെന്ന നിലയിൽ പ്രയോജനപ്പെടുത്താവുന്ന ചെറുകിട പദ്ധതിയാണ് കണ്ണിയമ്പുറത്തേത്. ഇത് സംബന്ധിച്ച് ആലോചിക്കാൻ അടുത്ത ദിവസം നഗരസഭയിൽ ഉദ്യോഗസ്ഥരുടെ യോഗം ചേരും. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.